മനു കൂടി ചേരുന്നു. മനു, കാസർഗോഡ് കൊല്ലപ്പെട്ട കൃപേഷിന്റെ കുടുംബം നീതി തേടി ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പുതിയ വിവരം. വിശദാംശങ്ങൾ. ഗോപി, കൃപേഷിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും. കേസിന്റെ അന്വേഷണം ഫലപ്രദമല്ല എന്ന നിലപാടാണ് കുടുംബത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടി സമീപിക്കും. ഒപ്പം തന്നെ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി കൊട്ടേഷൻ സംഘങ്ങളുടെ പങ്ക് പുറത്തു വന്നിട്ടില്ല എന്നതാണ് പൊതുവെയുള്ളൊരു ആക്ഷേപം. ഈ ഘട്ടത്തിലാണ് ഈ അന്വേഷണം, പോലീസ് അന്വേഷണം ഫലപ്രദമായി ഇത് പുറത്തുവിടില്ല എന്ന് സംഘം വ്യക്തമാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് കൊട്ടേഷൻ സംഘങ്ങളുടെ റോൾ കൂടി, അവരുടെ പങ്ക് കൂടി പുറത്തു വരണം കുടുംബം ആഗ്രഹിക്കുന്നത്. കാരണം പീതാംബരനെ പോലെ ഒരാൾക്ക് ചില സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഇത്ര ഒരു കൊലപാതകം നടത്താനാവില്ല എന്ന് ശങ്ക പറയുന്നു. മാത്രമല്ല, ഈ രണ്ടുപേരുടെ മുറിവുകൾ ഇത് വളരെ അധികം ഇത്തരത്തിൽ പരിശീലനം നേടിയ കൊലയാളി സംഘം തന്നെ നടത്തിയതിന്റെ തെളിവാണെന്ന് നാട്ടുകാർ പറയുന്നു. കാരണം അത്ര മൃഗീയമായി കൊല്ലാൻ സാധാരണ ഒരാൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഇത്തരം പരിശീലനങ്ങൾ നേടിയ കൊലയാളി സംഘം തന്നെയാണ് ഇതിന്റെ പുറകിൽ എന്ന് ഇവർ തറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കൊണ്ട് ഫലപ്രദമായ കുറ്റവാളികൾ പുറത്തു വരാൻ കഴിയില്ല എന്നവർ പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം പറയുന്നു: ഈ ചന്ദ്രശേഖരന്റെ ഗൃഹ സന്ദർശനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാരിന് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യണമെന്നും അല്ലെങ്കിൽ ആ നിലപാടിനോടൊപ്പം നിൽക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഇന്ന് VM സുധീരൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. അദ്ദേഹവും കോൺഗ്രസും എല്ലാം തന്നെ ഇനി മുതൽ ഈ ആവശ്യമായിരിക്കും ഉന്നയിക്കുക. CBI അന്വേഷണം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഗതാർഹം, അല്ലാത്ത പക്ഷം ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണത്തിന് ഉത്തരവ് ഉണ്ടാക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുക, അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടം ആരംഭിക്കുക എന്ന് തന്നെയാണ് ഇവരുടെ മനുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൃപേഷിന്റെ അച്ഛൻ നീതി തേടി ഹൈക്കോടതിയിലേക്ക് പോകുന്നു, CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത.